വന്ദേഭാരതിൽ ചരിത്രം കുറിച്ച ഇന്ത്യൻ റെയിൽവേ. ജീവൻ തുടിക്കുന്ന ഹൃദയം ലക്ഷ്യസ്ഥാനത്തെത്തിച്ച് വന്ദേഭാരത്. സൂറത്തിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് UN മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് വന്ദേഭാരത് എക്സ്പ്രസ് മുഖേന ഗ്രീൻ കോറിഡോർ ഒരുക്കി ഹൃദയം എത്തിച്ചത്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ഗുജറാത്ത് പോലീസും മെഡിക്കൽ സംഘവും ചേർന്നാണ് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. ഓരോ സെക്കൻഡും വിലപ്പെട്ടതായിരുന്നു. ജീവന്റെ ഒരു കുഞ്ഞു തുടിപ്പിനായി കാത്തിരുന്ന ഒരാൾക്ക് പ്രതീക്ഷ പകർന്ന് മുംബൈ സെൻട്രൽ ഗാന്ധിനഗർ ക്യാപിറ്റൽ വന്ദേ ഭാരത് എക്സ്പ്രസ് സൂറത്ത് സ്റ്റേഷനിൽ നിന്നും യാത്ര തിരിച്ചു. ജൂലൈ 31 രാവിലെ 8:58 പുറപ്പെട്ട 11:30 അഹമ്മദാബാദിലെത്തുന്ന വന്ദേ ഭാരതിന്റെ കൃത്യനിഷ്ഠയും വേഗതയും ഇത്തവണ ഒരു ജീവന്റെ കാവലാളായി മാറുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലുള്ള ഹൃദ്രോഗിക്ക് മാറ്റിവെക്കാനുള്ള ജീവനുള്ള ഹൃദയം പെട്ടിയിലാക്കി അതിവേഗം ഒരു യാത്ര. സൂറത്തിൽ ജോലി ചെയ്തിരുന്ന ഒഡീഷ ഗഞ്ചം സ്വദേശിയായ മിഥുൻ ലക്ഷ്മണൻ സ്വൈൻ എന്ന യുവാവാണ് ഹൃദയദാതാവ്. മിഥുന് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ കുടുംബം ആ നിർണായക തീരുമാനമെടുക്കുകയായിരുന്നു: മറ്റൊരു ജീവൻ രക്ഷിക്കുക. ഗുജറാത്ത് പോലീസും RPFും ചേർന്നൊരുക്കിയ പ്രത്യേക സുരക്ഷാ വലയത്തിൽ അഹമ്മദാബാദ് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്നും UN മേത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തടസ്സങ്ങളില്ലാത്ത ഗ്രീൻ കോറിഡോറിലൂടെ ആ ഹൃദയം എത്തിച്ചു. ആ ജീവൻ തുടിച്ചു തുടങ്ങി. സേവനത്തിന്റെ സമാനതകളില്ലാത്ത മാതൃകയാണത്. വന്ദേ ഭാരതിന്റെ അതിവേഗവും ഉദ്യോഗസ്ഥരുടെയും മെഡിക്കൽ ടീമിന്റെ മികച്ച ഏകോപനവുമാണ് ഈ ദൗത്യം വിജയകരമാക്കിയതെന്നായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലിന്റെ പ്രതികരണം. 2025 സെപ്റ്റംബറിൽ ഗുരുതരമായ ഹൃദയ സംബന്ധമായ അസുഖം ബാധിച്ച 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ എയർ ആംബുലൻസ് ലഭ്യമല്ലാത്തതിനാൽ വന്ദേ ഭാരത് ട്രെയിനിൽ കൊല്ലത്ത് നിന്ന് എറണാകുളത്തെ ആശുപത്രിയിൽ എത്തിച്ചതും വന്ദേ ഭാരതായിരുന്നു. റോഡ് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച 18 വയസ്സുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ ഹൃദയം കൊച്ചിയിലെ പ്രമുഖ ആശുപത്രിയിൽ വെച്ച ഈ 13 വയസ്സുകാരിക്ക് തുന്നിച്ചേർക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.